Hi dear students, welcome to Innovations Technical Institute. KTU BTech LET 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലെറ്റ് എക്സാമിന് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. BTech ലെറ്റ് എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ പഠിച്ച് പാസ് ഔട്ടായ സ്റ്റുഡൻസിനും 2 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ പഠിച്ച് പാസ് ഔട്ടായ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ പോളിടെക്നിക്കിൽ ലാറ്ററൽ എൻട്രി ഉണ്ട്. പോളിടെക്നിക്കിൽ ലാറ്ററൽ എൻട്രി ത്രൂ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് 2 വർഷം കൊണ്ട് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യും, അവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഡിപ്ലോമ ഫൈനൽ ഇയർ S6 പഠിക്കുന്ന സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ സിപ്പറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഇവിടെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഇവിടെ ഡിപ്ലോമ പഠിച്ച സ്റ്റുഡൻസിനും ഡിവോക്ക് കോഴ്സുകൾ പഠിച്ച സ്റ്റുഡൻസിനും BSc സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഡിപ്ലോമയ്ക്ക് മിനിമം 45% മാർക്ക് വേണം, പാസ് മാർക്ക് വേണം, ഡിപ്ലോമ പാസ്സാവണം. ഇപ്പോൾ S6 പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ BTech അഡ്മിഷന് പോകുന്ന സമയത്ത് അപ്പോഴത്തിന് റിസൾട്ട് വരും, അപ്പോൾ പാസ്സായാൽ മതി. ഇനി എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് LBSൻ്റെ lbscenter.in എന്ന വെബ്സൈറ്റിലാണ്. എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീ ജനറൽ OBC അല്ലെങ്കിൽ SC/BC കാറ്റഗറിക്ക് 1100 രൂപയും SC/ST സ്റ്റുഡൻസിന് 550 രൂപയുമാണ് വരുന്നത്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 29/4/2026. ലാസ്റ്റ് ഡേറ്റ് 25/5/2026. ഇനി അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് 18 വയസ്സ് കംപ്ലീറ്റ് ആവണം ഓൺ 31 ഡിസംബർ 2026. 2026 31 ഡിസംബർ ആകുമ്പോഴത്തേനും 18 വയസ്സ് തികഞ്ഞിരിക്കണം. ഇനി അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല, ദർ ഈസ് നോ അപ്പർ ഏജ് ലിമിറ്റ്. എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല, എക്സാം ജൂണിലായിരിക്കും. ജൂൺ എന്നാന്നുള്ളത് ഡേറ്റ് വന്നിട്ടില്ല, അത് LBSൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇനി ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ സിലബസിൽ പഠിക്കാനുള്ളത് BTech ഫസ്റ്റ് ഇയറിലെ സെലക്റ്റഡ് പേപ്പേഴ്സാണ്. ലെറ്റ് എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് BTech സെക്കൻഡ് ഇയറിലോട്ടാണ് അഡ്മിഷൻ കിട്ടുക. നിങ്ങൾക്ക് BTech ഫസ്റ്റ് ഇയർ പഠിക്കണ്ട. പക്ഷേ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ BTech ഫസ്റ്റ് ഇയറിൽ കോമൺ ആയിട്ട് വരുന്ന ചില സബ്ജക്റ്റുകൾ പഠിക്കണം. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്, 8 സബ്ജക്റ്റുകൾ. ഇതിൽ ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, 5 കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുടെ ബേസിക്സ് പഠിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എൻട്രൻസ് എക്സാമിന് 15 ക്വസ്റ്റ്യൻസ് ആണ് വരിക. പിന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഫിസിക്സ് റിലേറ്റഡ് പേപ്പർ 15 ക്വസ്റ്റ്യൻസ്. പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക മാത്സ് ആണ്. മാത്സ് എന്ന് പറയുമ്പോൾ BTech മാത്സ് ആണ് 20 ക്വസ്റ്റ്യൻസ്. പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് ലെറ്റ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ KTU BTech ലെറ്റിൽ നമുക്ക് 8 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഈ 8 സബ്ജക്റ്റിൽ നിന്നായിട്ട് ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് വരിക. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറാണ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ 1 മാർക്കാണ് കിട്ടുക. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മാർക്കൊന്നും നഷ്ടപ്പെടില്ല. ദർ ഈസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. ഇവിടെ മാക്സിമം മാർക്ക് വരുന്നത് 120 ആണ്. അപ്പോൾ നിങ്ങൾ ലെറ്റ് എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KTUവിൻ്റെ അണ്ടറിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ BTech ഡിഗ്രി ചെയ്യാം. ഇപ്പോൾ KTUവിൻ്റെ അണ്ടറിൽ 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ വരുന്നുണ്ട്, 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ വരുന്നുണ്ട്, പിന്നെ 25ഓളം ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളും 120ഓളം പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളും വരുന്നുണ്ട്. ഇതിന് പുറമെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജുകൾ, കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജുകളും ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ അഡ്മിഷൻ എടുക്കുന്നത് ഈ ഒരു KTU BTech ലെറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ലെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോളേജുകളിൽ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് BTech സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ എക്സാമിന് ക്വാളിഫൈ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സാമിന് ക്വാളിഫൈ ആവും. അപ്പോൾ നമുക്ക് ടോപ്പ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ലെറ്റ് എൻട്രൻസ് എക്സാമിന് നല്ല റാങ്ക് തന്നെ വേണം.
ഏറ്റവും ടോപ്പ് കോളേജിൽ നല്ല ബ്രാഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ 100ന്റെ താഴെ തന്നെ റാങ്ക് വേണം. കാരണം ഈ കോളേജുകളിലൊക്കെ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ലാറ്ററൽ എൻട്രി സ്കീമിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഡീറ്റെയിൽസ് ഓരോ കോളേജിനും ഓരോ ബ്രാഞ്ചിനും അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഡീറ്റെയിൽസിന്റെ വീഡിയോ ഇന്നോവേഷൻസിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ടോപ്പ് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെറ്റ് എൻട്രൻസ് എക്സാമിന് നല്ല റാങ്ക് തന്നെ വേണം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. LBSന്റെ lbscenter.in എന്നുള്ള വെബ്സൈറ്റിൽ കയറുക. ഇവിടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ്സ് ഓഫ് ടെക്നിക്കൽ കോഴ്സസ് എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ BTech ലാറ്ററൽ എൻട്രി ടെസ്റ്റ് BLET 2026 എന്ന് പറഞ്ഞ് വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഈ ഒരു പേജിലെ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മളെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം കാൻഡിഡേറ്റ് രജിസ്ട്രേഷനിൽ. അപ്പോൾ രജിസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുക. നിങ്ങളെ പേര് കൊടുക്കുക. പേര് കൊടുക്കുമ്പോൾ SLC സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ തന്നെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് 8 ക്യാരക്ടേഴ്സ് മിനിമം വേണം. അതിൽ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സിമ്പിൾസ് വേണം. അപ്പോൾ അത് പ്രകാരം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അത് കൺഫേം ചെയ്യുക. ക്യാപ്ച കൊടുക്കുക. രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ രജിസ്ട്രേഷൻ സക്സസ് ആയാലും ഇങ്ങനെ ഒരു മെസ്സേജ് വരും, രജിസ്ട്രേഷൻ സക്സസ്. അപ്പോൾ നിങ്ങളെ രജിസ്ട്രേഷൻ ID നിങ്ങളെ മൊബൈലിലോട്ട് SMS ആയിട്ടും അതേപോലെ ഇമെയിലിലോട്ടും വരും. ഇനി ഇവിടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജിൽ ഇനി ലോഗിൻ ചെയ്യണം. നിങ്ങൾ ഇമെയിൽ ID കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് SMS ആയിട്ട് വന്ന രജിസ്ട്രേഷൻ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, ലോഗിൻ ചെയ്യുക. പിന്നെ ആദ്യം ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഇവിടെ ഫോട്ടോയുടെ റെസൊല്യൂഷനും മാക്സിമം സൈസും പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതേപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോഴും ഇവിടെ മാക്സിമം സൈസും റെസൊല്യൂഷനും പറയുന്നുണ്ട്. അത് പ്രകാരം സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ മൊബൈലിൽ ചെയ്യരുത്, സിസ്റ്റത്തിൽ തന്നെ ചെയ്യുക. നിങ്ങൾ അക്ഷയ CSC സെൻറ്ററിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ഈ ഒരു സൈസിലോട്ട് മാറ്റിത്തരും. ഇനി അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസിൽ നിങ്ങളെ ഓൾട്ടർനേറ്റീവ് കോൺടാക്ട് നമ്പർ, ജെൻഡർ, നാഷണാലിറ്റി, നേറ്റിവിറ്റി സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് റിലീജിയൻ, കമ്മ്യൂണിറ്റി, കാറ്റഗറി, കാസ്റ്റ്. ഇത് കറക്റ്റ് ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ റിലീജിയൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കമ്മ്യൂണിറ്റി വരും. ഈ കമ്മ്യൂണിറ്റിയിൽ ജനറൽ, OEC, SC, SCBC, ST. അപ്പോൾ നിങ്ങൾ OBC കാറ്റഗറിയിലുള്ളവർ SCBC എന്നാണ് ചൂസ് ചെയ്യേണ്ടത്. SCBC. OEC വേറെയാണ്, OBC വേറെയാണ്. OBC സ്റ്റുഡൻസ് SCBC ആണ് ചൂസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ കറക്റ്റ് കാറ്റഗറി, കാസ്റ്റ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ഇൻട്രസ്റ്റഡ് ഇൻ BTech ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നോ എന്ന് കൊടുക്കുക. BTech വർക്കിംഗ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അത് 1 ഇയർ ജോബ് എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ളതാണ്. അത് ഈവനിങ് BTech ആണ്. വളരെ കുറച്ച് കോളേജുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം യെസ് കൊടുക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ ചോദിക്കുന്നുണ്ട് ബിലോങ് ടു ഫോർവേഡ് കമ്മ്യൂണിറ്റി ആൻഡ് EWS റിസർവേഷൻ ഉള്ളവർ ഇത് യെസ് എന്ന് കൊടുക്കുക. EWS റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനറൽ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് മാത്രമേ EWS ഉണ്ടാവുള്ളൂ. ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്റ്റുഡൻസ്. പിന്നെ നോൺ ക്രീമി ലെയർ OBC, SCBC, OECക്കാർക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ എലിജിബിൾ ഫോർ ഫീ കൺസെഷൻ ആസ് ഗിവൺ ഫോർ OEC സ്റ്റുഡൻസിന് ഫീ കൺസെഷൻ കിട്ടും. അതേപോലെ OBCയിൽ ചില കാറ്റഗറിക്ക് OEC ഫീ കൺസെഷൻ ഉണ്ട്, അവർ യെസ് എന്ന് കൊടുക്കുക. എലിജിബിൾ ഫോർ ഫിഷർമാൻ ഫീ കൺസെഷൻ, ഫിഷർമാൻ ഇതുണ്ടെങ്കിൽ അത് യെസ് എന്ന് കൊടുക്കുക. വെദർ ഡിഫറൻ്റ്ലി ഏബിൾഡ്, ഡിസബിലിറ്റി ഉള്ളവർ ഇവിടെ യെസ് എന്ന് കൊടുക്കുക. പിന്നെ ചൈൽഡ് ഓഫ് ഡിഫൻസ് ഓർ മിലിറ്ററി പേഴ്സൺ. അപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഉള്ള സംഭവം യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക. അപ്പോൾ ഇതിൽ കറക്റ്റ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത് പാരൻറ്റ് ഡീറ്റെയിൽസ് ആൻഡ് അഡ്രസ്സ്. അപ്പോൾ നിങ്ങളെ പാരൻറ്റിൻ്റെ പേര്, പാരൻറ്റ് ഒക്യുപ്പേഷൻ, നിങ്ങളെ ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, അതായത് നിങ്ങളെ കറക്റ്റ് അഡ്രസ്സ്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിൻകോഡ് കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി അടുത്തത് നിങ്ങളെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കണം. ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ 2 ഓപ്ഷനാണ് വരിക, അപ്പിയറിംഗ്, പാസ്ഡ്. അപ്പോൾ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ, 6 പഠിക്കുന്നവരാണെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. അപ്പോൾ ഇയർ ഓഫ് പാസിംഗ് നിങ്ങൾ 2026 പാസ്സാവുക. ഇനി നിങ്ങൾ
2 വർഷത്തെ ഡിപ്ലോമ ആണെങ്കിൽ, അതായത് നിങ്ങൾ ലാറ്ററൽ എൻട്രിയിലൂടെയാണ് പോളിടെക്നിക്കിൽ കയറിയെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി ബി വോക്ക്, ഡി വോക്ക്, BSc കാർക്ക് കൂടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ അപ്പിയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മാർക്ക് കൊടുക്കണ്ട, CGPA കൊടുക്കണ്ട, നിങ്ങൾ ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കണം. ഇവിടെ ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർ അപ്പിയറിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുക, നിങ്ങൾ ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക, എക്സാം ക്വാളിഫയിങ് എക്സാം ചൂസ് ചെയ്യുക, ഹോൾ ടിക്കറ്റിലെ നമ്പർ കൊടുക്കുക. ഇനി നിങ്ങൾ പാസ് ഔട്ട് സ്റ്റുഡൻസ് ആണെങ്കിൽ പാസ്ഡ് എന്ന് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക, പിന്നെ ക്വാളിഫയിങ് എക്സാം ചൂസ് ചെയ്യുക. ഇപ്പോൾ പാസ് ഔട്ട് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവിടെ നിങ്ങളെ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കൊടുക്കാൻ പറയും. ഇവിടെ CGPA കൊടുത്താൽ മതി. അപ്പോൾ മാക്സിമം 10 എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടിയ CGPA 7.86 എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയ CGPA അത് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഹോൾ ടിക്കറ്റ് നമ്പർ കൊടുക്കണ്ട. ഓക്കെ. ഇനി എക്സാം സെൻറ്റർ സെലക്ഷനാണ് അടുത്തത്. എക്സാമിനേഷൻ സെൻറ്റർ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും എക്സാം സെൻറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി അടുത്തത് പേയ്മെൻറ്റ് പേജിലോട്ട് പോകും. പേയ്മെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ജനറൽ കാറ്റഗറി OBC SC BC ഒക്കെ ആണെങ്കിൽ 1700 വരിക. ഇവിടെ പേ നൗ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID, ബാങ്ക് റെഫറൻസ് നമ്പർ ഒക്കെ ഇവിടെ കാണിക്കും. ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ റിസർവേഷൻ കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്തല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കാണിക്കും. ഇതിൽ ആദ്യത്തെ 3 എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് കേരള വേണം കേട്ടോ, കേരളത്തിൽ ജനിച്ചവർ ആയിരിക്കണം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വെക്കുന്നത്. പിന്നെ SSLCയും പറ്റും. സ്റ്റേറ്റ് SSLC ആണെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിലൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതായാലും മതി, ഇല്ലെങ്കിൽ പാസ്പോർട്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാം നിങ്ങളെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നില്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അക്ഷയയിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ SSLC സ്റ്റേറ്റ് SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളെ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ, പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിലൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ നിങ്ങളെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിലൊരു പ്ലേസ് ആണെങ്കിൽ അതായാലും മതി. ഇനി അടുത്തത് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ചെയ്യാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് വെക്കുക, അല്ലെങ്കിൽ SLC സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പാസ്പോർട്ട്. പിന്നെ വീണ്ടും SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്, അത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ 3 സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിനുള്ള പ്രൂഫ്, SLC സർട്ടിഫിക്കറ്റ്, ഇതെല്ലാവരും കോമൺ ആയിട്ട് വരും. ഇനിയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത റിസർവേഷൻ കാറ്റഗറിക്ക് അനുസരിച്ചാണ് വരിക. അപ്പോൾ OBC ആണെങ്കിൽ OBC SC BC സ്റ്റുഡൻസ് ആണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിവിടെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നോൺ ക്രീമി ലെയർ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ S6 ഹോൾ ടിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം, ക്വാളിഫയിങ് എക്സാം ഹോൾ ടിക്കറ്റ്. ഇനി പാസ് ഔട്ട് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതിന് പകരം അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഒരു പാസ് ഔട്ട് സ്റ്റുഡൻസിൻ്റെ പേജാണ്. ഞാനിവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് കാണിക്കുന്നത് ഡിഫറെൻറ്റ് സ്റ്റുഡൻസിൻ്റെ ആണ്. അപ്പോൾ പാസ് ഔട്ട് സ്റ്റുഡൻസിൻ്റെ ഇവിടെ കാണിക്കുന്നത് +2 ഓർ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് എന്നാണ്. ഇത് മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണ്, അത് LBS അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ ശരിക്കും വേണ്ടത് എന്താണ്, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ്. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാം സർട്ടിഫിക്കറ്റ്, അതായത് ഇവിടെയാണ് നിങ്ങൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ പാസ് ഔട്ട് സ്റ്റുഡൻസ് ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് മാറിയിട്ടില്ലെങ്കിൽ LBS ഒന്ന് കോൺടാക്ട് ചെയ്യുക. കാരണം ഇവിടെ നമുക്ക് +2ൻ്റെ ആവശ്യമില്ല, പിന്നെ എല്ലാവർക്കും +2 ഉണ്ടാവില്ല. ഇനി ഇവിടെ പിന്നെ പാസ് ഔട്ട് സ്റ്റുഡൻസിന് ക്വാളിഫയിങ് എക്സാം ഹോൾ ടിക്കറ്റ് വേണ്ട. ഈ സ്റ്റാർ ഇട്ട് റെഡ് കളറിൽ കൊടുത്ത സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ക്വാളിഫയിങ് എക്സാം ഹോൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് ബ്ലാക്ക് കളറിലാണ്, സ്റ്റാർ ഇട്ടിട്ടില്ല. ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട. പാസ് ഔട്ട് സ്റ്റുഡൻസ് എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ. പിന്നെ നിങ്ങൾ സ്പെഷ്യൽ റിസർവേഷനൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ വരും. പിന്നെ SC ST സ്റ്റുഡൻസിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. OBC സ്റ്റുഡൻസിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട. SC STക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഇത് വേറെ സ്റ്റുഡൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് പേജാണ്. ഇത് SC ST ആയതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. പിന്നെ OEC ആണെങ്കിലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. OEC സ്റ്റുഡൻസിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഇവിടെ OECക്കാർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഇത് സ്റ്റാർ ഇട്ട് കാണിച്ചിട്ടില്ല. ഈ റെഡ് കളറിൽ സ്റ്റാർ ഇട്ട് കാണിച്ചാണ് നമ്മൾ നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 2 സർട്ടിഫിക്കറ്റ് ഓഫ് മെഡിക്കൽ ബോർഡ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും അപ്ലോഡ് ചെയ്യണം. പിന്നെ EWS ഉള്ളവർ EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം.
പിന്നെ അതേപോലെ ഫിഷർമാൻ റിസർവേഷൻ ഉള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാവർക്കും അപ്ലോഡ് ചെയ്യേണ്ട. ഞാനിവിടെ പല സ്റ്റുഡൻസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങളെ റിസർവേഷൻ കാറ്റഗറിയും കറക്റ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളോട് വരും. ഓക്കെ, ഇനി ഇതിലൊരു കൺഫ്യൂഷനായിട്ട് വരുന്നത് പാസ് ഔട്ട് സ്റ്റുഡൻസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഓപ്ഷൻ വന്നിട്ടുള്ളത് +2 ഓർ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റാണ്. അത് അവിടെ പിന്നെ LBSൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്കാണ് തോന്നുന്നു. അത് അവിടെ എന്ത് വരണം, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് വരണം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ അപ്ഡേഷൻ ആയിക്കഴിഞ്ഞാൽ വരും. ഇല്ലെങ്കിൽ നിങ്ങൾ LBSൽ കോൺടാക്ട് ചെയ്താൽ മതി, അവർ അപ്ഡേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ കാണാൻ പറ്റും. അതിൽ നിങ്ങളെല്ലാം ചെക്ക് ചെയ്യുക, എല്ലാം വായിച്ച് നോക്കുക. നിങ്ങളെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യുക, കറക്റ്റ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ ഡിക്ലറേഷൻ കൊടുത്തിട്ട് സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ സേവ് ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സേവ് ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സേവ് ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാം റെഡി ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.